ഒക്ടോബർ 1 കഴിഞ്ഞ ബർത്ത്ഡേയാണെങ്കിലും ഞങ്ങൾ ആഘോഷിച്ചത് 8-ാം തീയതി കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടത് അതിലും ലേറ്റ് ആയിട്ടോ. ഇതിപ്പോൾ നവംബർ 21-ാം തീയതി. ഇത്രയും ഡിലേ ആവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം മനസ്സിലാവും. അപ്പം നമ്മൾ എൻജിക്കയ്ക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് മേടിച്ചത് എന്താണെന്ന് അവളെ കൊണ്ട് തന്നെ ആദ്യം ഗെസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അവൾ കുറേ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു. പക്ഷെ അത് വേറെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുന്നതിലാണുള്ള കാര്യം. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾക്ക് വേണമെന്ന് പറഞ്ഞൊരു ഐറ്റം തന്നെയാണ് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തത്. എന്താണെന്നല്ലേ? ബാക്കിയുള്ളവർക്ക് സുഷി ഇഷ്ടമാവുന്ന ഡൗട്ടിലുണ്ട് ഞങ്ങൾ വേറെ ഐറ്റം കൊടുത്തായിരുന്നു. അതെന്താണ്? മോമോസ്. അപ്പോൾ മോമോസിലുള്ള ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. കാരണം എന്താണ് സുഷി ഇഷ്ടമായിരുന്നെങ്കിൽ മോമോസ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ. അപ്പോൾ നമുക്ക് ഇനി മോമോസും സുഷിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. സുഷി ആദ്യം ട്രൈ ചെയ്യുന്ന ആർക്കും ധൈര്യമില്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും എൻജോയ്ക്കിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോഴ്സിലില്ലാണ്ട് ഫസ്റ്റ് പീസ് എന്തോ ഡിപ്പിലൊക്കെ മുക്കി ഒറ്റ എനിക്ക് വായിക്കട്ടു. ഞങ്ങളിങ്ങനെ അവളുടെ എക്സ്പ്രഷൻ മാറാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൾക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര ഇഷ്ടമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ അവളത് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ചേട്ടാ ഇത് ഇത്രയും എളുപ്പം കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണോ? അവൾ വിചാരിച്ച പോലെ നെല്ലി എന്നൊക്കെ ഒരു ഡൗട്ടായി. പക്ഷെ എനിക്ക് ആ ഐറ്റം കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വിലയ്ക്കായി. ഈശോ, ഈ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്രയും ലേറ്റായതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വന്ന ഒരു ഐറ്റമായിരുന്നു. ഇങ്ങനെ ഇത് പറയുന്നത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ രണ്ടും കൽപ്പിച്ചത് ടേസ്റ്റ് ചെയ്തു. എൻ്റെ പൊന്നു, ആ ഒരു ഫുൾ പീസ് വായിലിട്ടിട്ട് ഞാൻ പരമാവധി തറക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാനത് കുറച്ച് കഴിയുമ്പോൾ തുപ്പിക്കളഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ട്രൈ ചെയ്തപ്പോഴും ബാക്കിയുള്ളവർക്ക് വലിയ വ്യത്യാസം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെയും ഒരു ധൈര്യം സംഭരിച്ച് ഒന്നുകൂടിയും കഴിക്കാൻ നോക്കി. ബട്ട് സ്റ്റിൽ എനിക്ക് അപ്പോഴും അത് പറ്റിയില്ല. ഞാനൊരു പകുതിയെ കഴിച്ചെന്നുണ്ടെങ്കിൽ പോലും ആ പകുതി എന്നോട് ഛർദ്ദിച്ചു. സോ അതായിരുന്നു എൻ്റെ സുഷിയുടെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതേ സംഭവം തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ സുഷി ഉള്ള ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്രയും ടൈം എടുത്തത്. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോഴും എനിക്കിങ്ങനെ സുഷി ഞാൻ അന്ന് കഴിച്ചപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ബാഡ് ഫീലിംഗുമാണ് എനിക്ക് വരുന്നുണ്ടായിരുന്നത്. ആദ്യമായിട്ട് സുഷി കഴിച്ചവർ ഇതുപോലെ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസൊക്കെ അതുപോലെ ഷെയർ ചെയ്യും കേട്ടോ. അതുപോലെ കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് വേണമെങ്കിൽ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്.